Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ജൂൺ 4 വ്യാഴാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിന് നേരെയും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ GCC രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം സൈനിക നടപടികളെയും കടന്നുകയറ്റങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നതായി സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ സംയുക്തമായി പ്രഖ്യാപിച്ചു. ഈ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് സൗദിയും UAEയും വ്യക്തമാക്കി. സിവിലിയൻ കേന്ദ്രങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ അപകടകരമായ യുദ്ധസാഹചര്യത്തിലേക്ക് വഴിമാറുമെന്നും സിവിലിയന്മാരുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്നും ഖത്തർ, കുവൈത്ത്, ഒമാൻ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ഓർമ്മിപ്പിച്ചു. ആക്രമണത്തിനിരയായ രാജ്യങ്ങൾക്ക് GCC കൂട്ടായ്മ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ശ്രമിച്ച കേസിൽ 15 പേരെ ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ഏജന്റുമാരുമായി ബന്ധപ്പെട്ട് മുൻപ് പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. നിയമവിരുദ്ധ സംഘടനകളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പ്രത്യേക സെല്ലുകൾ രൂപീകരിച്ച ഇവർ പ്രധാനമായും യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ആസൂത്രിത നീക്കങ്ങൾ നടത്തിയത്. ജനങ്ങളുടെ തകർക്കാനും വിഭാഗീയതയുണ്ടാക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മറ്റുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണവും പരിശോധനകളും സുരക്ഷാസേന ശക്തമായി തുടരുകയാണ്. ബഹ്റിനിലെ സർക്കാർ സേവന പരിഷ്കരണങ്ങളുടെ ഭാഗമായി തൊഴിൽ വിതരണ ഏജൻസി ലൈസൻസുകൾ നൽകുന്നതിനുള്ള ഡിജിറ്റൽ സംവിധാനം ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി പരിഷ്കരിച്ചു. നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും പ്രോസസ്സിംഗ് സമയം കുറയ്ക്കുന്നതിനുമാണ് പുതിയ മാറ്റം. ഇതോടെ ലൈസൻസ് നൽകാനുള്ള സമയം 20 പ്രവൃത്തി ദിനങ്ങളിൽ നിന്ന് 15 ദിവസമായി ചുരുങ്ങി. കൂടാതെ സർവീസ് ലെവൽ എമിഗ്രന്റുകളുടെ കാലാവധിയിൽ 25% കുറവ് വരുത്തിയിട്ടുണ്ട്. അപേക്ഷാ നടപടികൾ പരമാവധി 4 ഘട്ടങ്ങളുള്ള 2 പ്രക്രിയകളായി ചുരുക്കിയതായി LMRA ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഹമ്മദ് ഇബ്രാഹിം അൽ അറബി പറഞ്ഞു. ഡിജിറ്റൽ പരിവർത്തനത്തിലൂടെ ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും തൊഴിൽ വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും ഈ പരിഷ്കരണത്തിലൂടെ സാധിക്കും. പൊതുസേവനങ്ങൾ ആധുനികവൽക്കരിക്കാനുള്ള സർക്കാരിന്റെ വിപുലമായ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ പുതിയ സംരംഭം നടപ്പിലാക്കിയിട്ടുള്ളത്. അമ്മയുടെ വീടിന് തീയിട്ട കേസിൽ പ്രതിയായ 48 വയസ്സുകാരന്റെ കേസിൽ വിധി പറയുന്നത് കോടതി ജൂൺ 15 മാറ്റി. തർക്കം സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ കോടതി ശ്രമിച്ചെങ്കിലും 79 വയസ്സുള്ള അമ്മ അനുരഞ്ജന ശ്രമങ്ങൾ പൂർണ്ണമായി നിരസിച്ച് അന്തിമവിധി വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 9 കേസിനാസ്പദമായ സംഭവം. ലഹരിക്കടിമയായ മകൻ ജോലി കണ്ടെത്താൻ ഉപദേശിച്ചതിലുള്ള പ്രകോപനത്തിൽ വീട് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ലിവിംഗ് റൂമിന് തീയിടുകയുമായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകാൻ അമ്മ പോയ സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഏകദേശം 500 ബഹ്റൈൻ ദിനാറിന്റെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്. ഈ കേസിന്മേലാണ് ജൂൺ 15 കോടതി അന്തിമവിധി പ്രഖ്യാപിക്കുന്നത്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ബഹ്റിൻ കേരളീയ സമാജം കഴിഞ്ഞ 2 മാസമായി സംഘടിപ്പിച്ച BKS GCC കലോത്സവം 2026 നാളെ സമാപനമാകും. വൈകിട്ട് 6 സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് BKS ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജയദീപ് ഭാരത്ജി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗായത്രി സുധീർ കലാതിലകമായും സംവൃത സതീഷ് കലാപ്രതിഭയായും നേഹൽ നിബിൻ ബാലതിലകമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ചടങ്ങിൽ ഇവർക്കുള്ള പ്രധാന പുരസ്കാരങ്ങളും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് ട്രോഫികളും വിതരണം ചെയ്യും. കൂടാതെ നാട്യരത്നിയായി നക്ഷത്രാജ്, സംഗീതരത്നിയായി എയ്ഡൻ ഷിബു ജോൺ, സാഹിത്യരത്നിയായി പ്രിയംവദ NS, കലാരത്നിയായി ഒയിൻഡ്രില ഡേ എന്നിവർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങളെ സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഭിനന്ദിച്ചു. ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ പാരിഷ് ഗായക സംഘത്തിന്റെ കുടുംബസംഗമവും യാത്രയപ്പ് സമ്മേളനവും നബിയ സാലിഹ് പ്രൈവറ്റ് ഗാർഡനിൽ വെച്ച് നടന്നു. ഇടവക വികാരി റവറൻ അനീഷ് സാമുവൽ ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിന് കൊയർ മാസ്റ്റർ ജെയിംസ് ബേബി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഉന്നത പഠനത്തിനായി ബഹ്റിനിൽ നിന്ന് പുറപ്പെടുന്ന ജോഹാൻ ജെയിംസ്, അക്ഷിത അനിൽ, ഷാരോൺ ഷിബു, അദിലിൻ ബിജു, അബിയ ജോർജ്, റബേക്ക ബിനു എന്നീ വിദ്യാർത്ഥികൾക്ക് ഗായക സംഘം മെമന്റോ നൽകി ആദരിച്ചു. വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും ഗെയിമുകളും കോർത്തിണക്കി നടത്തിയ സംഗമം അംഗങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും ഓർമ്മകൾ പുതുക്കാനുമുള്ള വേദിയായി മാറി. ചടങ്ങിൽ ഷീജ ബിജു നന്ദി രേഖപ്പെടുത്തി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.